ഞാൻ കൊണ്ട് വേറെ കൊണ്ടുവന്നത് നാളെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും സംഭവിക്കില്ലായിരുന്നത്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു 2-3 മാസമായിട്ട്. ഞാനിപ്പോൾ അതിൻ്റെ അക്കരെ ദൂരം 2-3 ഇവിടെ വന്നതാണ്. ആ ആഴ്ച കേസായിട്ട് നടന്നുകൊണ്ടാണ് ഈ സംഭവിച്ചത്. അപ്പോൾ ഇന്നലെ ഞാൻ അവിടെ എനിക്ക് വർക്ക് അപ്പോൾ ഇന്നലെ കൊച്ചിനെ കൊണ്ട് അംഗൻവാടി പോണ കാര്യം പറഞ്ഞു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അച്ഛൻ ആഴ്ചയിലായിരുന്നു കൊച്ചിനെ വിടാറില്ല. അപ്പോൾ അവൾ അംഗൻവാടി വിടാൻ ഒരാഴ്ച കൊണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്നലെ കൊച്ചു പോകണമെന്ന് കൊച്ചിനെ പറഞ്ഞു വിട്ടതാണ്. ഞാൻ തിരിച്ചു വന്നപ്പോൾ അവരിവിടെ ഇല്ല. 2 ദിവസം ഒഫീഷ്യനോടുകൊണ്ട് അവിടെ ഉറങ്ങി തിരിച്ച് അന്വേഷിച്ച് കഴിഞ്ഞിട്ടും അവിടെ നിന്നുള്ള ഇവിടെ നിന്നുള്ള. പക്ഷെ അവർ മുഴുവൻ പറയണം നോണേ എന്തുമാത്രം നോണേലും പറഞ്ഞില്ല. എനിക്കത് വിഷയം പറഞ്ഞ് അവരൊക്കെ ഭയങ്കരമായിട്ട് എന്നെ കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞോട്ടെ. എന്റെ കൊച്ചെന്നോട് സത്യം കൊച്ചിനറിയാലോ. അത് മതി എനിക്ക് വേറെ ഒന്നും വേണം. നമ്മുടെ ചേച്ചിയും അമ്മയും കൂടെ കൂടി കളിച്ച് കളിയാണെന്ന് മുഴുവൻ അത് ഇവിടെ നാട്ടുകാർക്കും അറിയണം, പഞ്ചായത്ത് മെമ്പർക്കും മുതൽ എല്ലാവർക്കും അറിയാം. ഇവരെയൊക്കെ വാക്ക് ധിക്കരിച്ച് ഞാൻ കൊണ്ട് നിർത്തിയതാണ് ഇവിടെ. കല്യാണിപ്പോൾ എനിക്ക് കിട്ടിയത് അവരിവിടെ കയറ്റായിരുന്നു പറഞ്ഞതാണ്. എല്ലാം കഴിയാണ്ട് ഞാൻ എന്നിട്ട് കൊണ്ടുവന്ന് നിർത്തി. എൻ്റെ പോലെ ഇവിടെ എല്ലാവരും ചോദിച്ചാൽ അറിയാം. അവളെ കാണാൻ ഞാൻ കൊണ്ട് വേറെ കൊണ്ടുവന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചോ. ഇപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യവും ചോദിക്കാവുന്നു. നേരിട്ട് ചോദിച്ചു. ഇനി അവർ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളൊക്കെ അല്ല എല്ലാവരോടും ചോദിച്ചു. കൊച്ചു നുണ പറയില്ല. അവരോട് ഞാനിപ്പോഴാണ് പറഞ്ഞത്. അതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചോ. ഈ കൊച്ചിനോട് ചോദിച്ചാൽ നുണ പറയുന്നില്ലല്ലോ. അവനിപ്പോൾ 10 മിനിറ്റ് ആയുള്ളൂ. അവൻ്റെ അനിയത്തിന് വെച്ച് കണ്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇവിടെ കിടന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചോദിച്ചത്. അവരൊക്കെ പറഞ്ഞു ഞാൻ തല്ലിയായിരുന്നു ചീത്തയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ 3 ദിവസമായി ഇവിടെ വന്നിട്ട് 1 ദിവസം ഇവിടെ കിടന്നു രാത്രി മാത്രം. 2 ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു.